വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതറാതെ കണ്ണീർ കടലിൽ നിന്നും അതിജീവനത്തിൻ്റെ പുതിയൊരു തീരത്തേക്ക് ചുവടുവെക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന നമ്മുടെ സ്വന്തം ശ്രുതി ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രുതി വിവാഹിതയാകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളക്കര ഒന്നാകെ ഇരു കൈയും നീട്ടിയാണ് ഈ വാർത്തയെ വരവേറ്റത്. നമുക്കറിയാം, ചൂരൽമലയിൽ പെയ്തിറങ്ങിയ ആ കറുത്ത രാത്രി ശ്രുതിയിൽ നിന്ന് കവർന്നെടുത്തത് അവളുടെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 ജീവനുകളെയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതായപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ നിന്നും ശ്രുതിക്ക് ശേഷിച്ച ഏക ആശ്വാസം കുഞ്ഞുനാൾ മുതൽ കൂടെയുണ്ടായിരുന്ന പ്രാണനായിരുന്ന പ്രതിശ്രുത വരൻ ജെൻസൻ മാത്രമായിരുന്നു. തനിച്ചായിപ്പോയ ശ്രുതിക്ക് താങ്ങും തണലുമായി ജെൻസൻ ഇപ്പോഴും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വിധി അവിടെയും ആ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല. വീണ്ടും ഒരു ദുരന്തത്തിൻ്റെ രൂപത്തിൽ മരണം കടന്നുവന്നു. ഇരുവരും ഒന്നിച്ച് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ശ്രുതിയെ തനിച്ചാക്കി ജെൻസൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുകയും ചെയ്തു. ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രുതി മാസങ്ങളോളമാണ് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത്. സർവ്വതും നഷ്ടപ്പെട്ട് ജീവൻ്റെ പകുതിയായവനും വിട പറഞ്ഞപ്പോൾ ഇനി ആ പെൺകുട്ടി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയായിരുന്നു കേരളത്തിലെ ഓരോ മനുഷ്യനും ഉണ്ടായത്. എങ്ങനെ ഇനി ആ പെൺകുട്ടി ജീവിക്കുമെന്ന് ഓർത്ത് കേരളക്കര മുഴുവൻ കണ്ണീർ വാർത്തു. സർക്കാർ ജോലി നൽകി ഭരണകൂടവും അവളെ ചേർത്ത് പിടിച്ചു. വേദനകളുടെ ആ കൊടുമുടിയിൽ നിന്നും സ്വയം വീണ്ടെടുത്ത് ജീവിതത്തെ തിരികെ പിടിക്കാൻ ശ്രുതി കാണിച്ച ആർജവം സമാനതകളില്ലാത്തതായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ശ്രുതി തന്നെയാണ് സന്തോഷവാർത്ത പങ്കുവച്ചിരിക്കുന്നത്. താൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വിവരവും ചിത്രങ്ങളും പങ്കുവച്ച നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ ആശംസകളുടെ പ്രവാഹമാണ്. അത് വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് സാധാരണയായി നൽകുന്ന കേവലം ആശംസകൾ മാത്രമല്ല. ഞങ്ങളുടെ സ്വന്തം മകൾ, ഇനി ഒരിക്കലും നിൻ്റെ കണ്ണുകൾ നിറയരുത്, ദൈവം നിനക്ക് വലിയ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ഒരു നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ നിറയുന്നത്. അതിജീവനത്തിൻ്റെ പ്രതീകമായ ശ്രുതിക്ക് പുതിയ ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ഇനി നിന്റെ കണ്ണ് നിറയാൻ ഇടവരാതിരിക്കട്ടെ. വിധിയുടെ ക്രൂരതയുടെ മുഖഭാവം ഇനി നിന്റെ നേർക്ക് തിരിയാതിരിക്കട്ടെ. സന്തോഷത്തോടെ ഏറെ കാലം ജീവിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.